ലൈംഗിക പീഡന കേസിൽ ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ നിർണായക നീക്കം. പരാതിക്കാരൻ അഡ്വക്കേറ്റ് ഷിൻഡോ സെബാസ്റ്റ്യന്റെ മൊഴി രേഖപ്പെടുത്തി. പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണെന്നും പ്രാഥമിക തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൈമാറിയെന്നും ഷിൻഡോ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണ കവചമൊരുക്കി കോൺഗ്രസ് നേതൃത്വം മുന്നോട്ടു പോകുമ്പോഴാണ് കേസിലെ ആദ്യ പരാതിക്കാരൻ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ മൊഴി നൽകിയത്. തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലാണ് ഷിൻഡോയുടെ മൊഴി. പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണെന്നും പ്രാഥമിക തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൈമാറിയെന്നും ഷിൻഡോ സെബാസ്റ്റ്യൻ പറഞ്ഞു. ഞാൻ 21-ാം തീയതിയാണ് പരാതി കൊടുത്തത്. അത് വന്നത് ദൃശ്യമാധ്യമത്തിൽ വന്നൊരു ഓഡിയോ സംഭാഷണം. അതിനുശേഷം അത് സ്ഥിരീകരിക്കുന്ന രീതിയിലാണ് അത് വ്യക്തമായിട്ട് ആ ഒരു ഗർഭചിത്രം നടത്തിയെന്ന രീതിയിൽ വന്ന് അതിനുശേഷം വന്ന് എല്ലാ ദൃശ്യമാധ്യമത്തിൽ വന്ന ലിങ്കുകൾ കാര്യങ്ങളുമായി ഒരു 5-6 കൂടി കൊടുത്തിട്ടുണ്ട്. ഇന്നലെ കൂടി ഒരു ദൃശ്യമാധ്യമത്തിലൊരു അവതാരക പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അടക്കം പറഞ്ഞിട്ടുണ്ട്. പ്രാഥമികമായിട്ട് മൊഴിയെടുപ്പാണ് പൂർത്തിയായത്. പ്രാഥമികമായിട്ട് ഇനി വിളിപ്പിച്ചതാണ്. ഇതായി ബന്ധപ്പെട്ട് വിളിപ്പിച്ചതാണ്. കമ്മീഷനായി ബന്ധപ്പെട്ട പരാതിയുണ്ട്. അതിന് മേലുള്ള നടപടി തുടങ്ങി അതിന്റെ ഭാഗമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി വിളിപ്പിച്ചതാണ്. അത് പൂർത്തിയായി. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് നിരവധി വനിതകൾ ഇതിനകം രംഗത്ത് എത്തിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ വഴി പല വെളിപ്പെടുത്തലും ഉണ്ടായി. ഓഡിയോ സംഭാഷണങ്ങളടക്കം പുറത്തുവന്നു. ഇതടക്കം പരിശോധിച്ച് സമഗ്രമായ അന്വേഷണമാണ് ക്രൈംബ്രാഞ്ച് സംഘം നടത്തുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.